ഇന്നലത്തെ ചാലഞ്ച് ടാസ്ക് അവർക്ക് ആർക്കും ശരിക്കും മനസ്സിലായില്ല എന്നൊരു കാര്യം ഇന്നലെ അത് ലൈവില് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. ലാസ്റ്റ് ലെറ്ററിലെ അവസാനത്തെ ലൈൻ നിങ്ങൾ കേട്ട് കാണും. അകത്ത് നടക്കുന്നത് പുറത്ത് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഒന്നെങ്കിൽ വിഡ്ഢിയാണ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ പൊളിറ്റിക്സ് ആണ്. ആക്ടിവിറ്റി ഏരിയയിൽ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. അത് നമുക്ക് അവസാനം പറയാം. പുറത്ത് പറയാമെന്ന് ബിഗ് ബോസ് പറയാതെ പറഞ്ഞു. അതൊരു മെയിൻ ഹിന്റ് ആണ് ഈ ഒരു ടാസ്കിലെ. അപ്പൊ ഞാൻ ഈ ഒരു ടാസ്കിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കട്ട അല്ലെങ്കിൽ രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കട്ട, ഏതെങ്കിലും ഒരു റാൻഡം റോ എടുക്കുക, അതിൽ ഏതെങ്കിലും ഒരു കട്ട എടുക്കുക. അത് പൊള്ളയായിരിക്കാം, പക്ഷെ അത് പുറത്ത് വന്ന് പറയുമ്പോൾ അത് ബലമുള്ള കട്ടയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് വേറുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം, അവരെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം. അതായിരുന്നു ഇതിന്റെ അകത്ത് ഒരു മൈൻഡ് ഗെയിം ആസ്പെക്ട്. ആർക്കും ഇത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അത് വെറും ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് എന്ന് ഉറപ്പിച്ചങ്ങ് കളിച്ചു. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കത്തുള്ളൂ എന്നങ്ങ് ഉറപ്പിച്ചങ്ങ് കളിച്ചു. ആക്ടിവിറ്റി ഏരിയയിലോട്ട് എല്ലാവരെയും ഒരുമിച്ച് വിടാതിരുന്നതിലും എല്ലാവരും മൈൻഡ് ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ച് ഒരു സീൻ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇതൊന്നും അവിടെയുള്ള മണ്ടന്മാർക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഇത് നിങ്ങളോടെങ്കിലും ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നിയത്.